റുഫിമൻ ചാനലിൽ ഇപ്പോ വലിയ വലിയ പൈസകളുടെ കാര്യം പറയുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്ന് രണ്ട് ആളുകൾ നമ്മളോട് പരിഭവം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ വളരെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ തമ്മിൽ കണ്ടതുപോലെ 1000 രൂപയൊക്കെ ദിവസം വരുമാനമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 6000 രൂപ കിട്ടുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു മാസം ഒരു 20-25,000 രൂപ കിട്ടുന്ന ഒരാള് ഒക്കെ ആണ് നമ്മളുടെ നാട്ടിൽ സാധാരണ രീതിയിലുള്ള ഒരു വരുമാനം അല്ലെ. അതിലും കുറവ് കിട്ടുന്നവരുണ്ട്, എങ്കിലും ഞാൻ ഒരു 1000 എന്നുള്ളത് ഒരു റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ 1000 രൂപ ഡെയിലി വരുമാനമുള്ള ഒരാള് എങ്ങനെ അയാളുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ ചെറിയ വരുമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി നമ്മൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് അടിച്ചു പൊളിച്ച് നടക്കാനുള്ള പൈസ അധികമില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ പരമാവധി സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അതില് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പണം മാറ്റി വെച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1000 രൂപ ഡെയിലി ഏൺ ചെയ്യുന്ന ഒരാള് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏർണിംഗ് പൊട്ടൻഷ്യല് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 1000 രൂപ എന്നുള്ളത് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് രണ്ടു തരത്തിലാവാം. ഒന്ന്, ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി കണ്ടുപിടിക്കുക, അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള വരുമാനം കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 1000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് ഒരു 550 രൂപയിൽ നിർത്തണം. ദിവസം 1000 കിട്ടുന്ന ആള് 550 രൂപയിൽ കൂടുതൽ ഒരു ഡെയിലി എക്സ്പെൻസ് നടത്താതിരിക്കുക. മസ്റ്റായിട്ട് ചെയ്യേണ്ട എക്സ്പെൻസുകൾ 550 രൂപയിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോ റെന്റ് ആവാം, EMI ആവാം, ഫീസുകളാവാം, മെഡിസിൻസ് ആവാം, ഗ്രോസറി മേടിക്കുന്ന കാര്യങ്ങളാവാം, ഇതെല്ലാം ഒരു 550 നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള എക്സ്പെൻസുകൾ ഉണ്ടല്ലേ, ഇപ്പോ പുറമെ പോയി ഭക്ഷണം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫണ്ടുകൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോൺ മാറ്റിയെടുക്കുന്നതിനുള്ള ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെയിലി ഒരു 100 രൂപയെ അതിന് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാതിരിക്കുകയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അവസ്ഥയ്ക്ക് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോ 1000-ൽ നിന്ന് 550 ആദ്യം മസ്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾക്കും 100 മറ്റുള്ള എക്സ്പെൻസുകൾക്കും പോയി ബാക്കി 350 രൂപയുണ്ട്. അത് നിങ്ങൾ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സേവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് എന്തെങ്കിലും ചെയ്യുകയല്ല ചെയ്യേണ്ടത്, കൃത്യമായ പദ്ധതികളിലൂടെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു എമർജൻസി ഫണ്ട്, അതായത് എന്തെങ്കിലും ഒരു അത്യാഹിതം നമ്മൾ പ്ലാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം. മറ്റുള്ള ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതില് ഒരു 100 രൂപ മറ്റുള്ള ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക്, ഒരു 50 രൂപ എമർജൻസി ആവശ്യങ്ങൾക്ക് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കണം. ഇനി ബാക്കി വരുന്ന ഒരു 200 രൂപ ഒക്കെ നിങ്ങൾ ഒരു മീഡിയം ടു ലോങ് ടേം ആവശ്യങ്ങൾക്കുള്ള ഗോളുകളിലേക്കായിട്ടും സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസും ഒരു മെഡിക്കൽ ഇൻഷുറൻസും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടും ഈ 350 രൂപയിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സേഫ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ വേണം, ഒരു കുറച്ചുകൂടെ ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളോ വേണം, പിന്നെ ചെറിയ രീതിയിലുള്ള ഗോൾഡിന്റെ ലൊക്കേഷൻ വേണം. റിയൽ എസ്റ്റേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല നിങ്ങൾക്ക് എന്നുള്ളത് അറിയാം, എങ്കിലും ചെറിയൊരു രീതിയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ വാങ്ങുന്നതിനുള്ള ഒരു സേവിങ്സും ഇതിൽ നിന്ന് തുടങ്ങുന്നത് നന്നായിരിക്കും. ഈ 100 രൂപ 200 രൂപ 150 രൂപ ഒന്നും കേട്ട് നിങ്ങൾ വർക്കാവൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് ഡെയിലിയുടെ കാര്യമാണ് പറയുന്നത്. മന്ത്ലി ആവുമ്പോൾ എന്താണ് 100 രൂപ എന്നുള്ളത് 3000 രൂപയായി മാറും. അപ്പോ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോ
എപ്പോഴും നിങ്ങൾക്ക് ഇത് കൂടാതെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു എമർജൻസി ആവശ്യങ്ങളും നിങ്ങളുടെ ഒരു ഇൻഷുറൻസുകളും ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലോങ്ങർ ഡ്യൂറേഷനിലേക്കുള്ളതോ ഇടക്കാലത്തേക്കുള്ളതായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് ഒരു ഹൈ ലെവലിൽ പറഞ്ഞു തരാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു ഡയറക്ഷനോ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കുറച്ച് ടിപ്പുകൾ അവിടെ പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പൈസ കുറവാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ഗാംബ്ലിംഗ് രീതിയിൽ കാര്യങ്ങൾ നടത്താനായിട്ട് പോകരുത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കേരള സംസ്ഥാന ലോട്ടറി ഒന്നും എടുത്തിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതുവരെയും ധനികരായിട്ടുള്ളൂ. ഇങ്ങനെ കേരള ലോട്ടറി അടിച്ചിട്ടുള്ളവർ പലരും കുറച്ചു കാലത്തേക്ക് ധനികരായിട്ടുണ്ടെങ്കിലും വീണ്ടും പഴയ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഭാഗ്യം കൊണ്ട് ധനികരാവാനോ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ എത്താനോ സാധിക്കില്ല എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. നമ്മളുടെ കഠിന പ്രയത്നവും നമ്മളുടെ ചിട്ടയായിട്ടുള്ള സാമ്പത്തിക രീതികളും മാത്രമേ നമ്മളെ ഒരു നല്ല ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ എപ്പോഴും സ്പെൻഡ് ചെയ്യുമ്പോഴും, അതായത് പൈസ ചെലവാക്കുമ്പോഴും സേവ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അത് നമ്മൾക്ക് യോജിക്കുന്നതാണോ, നമ്മളത് ചെയ്യേണ്ടതാണോ, ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള വരും വരായികളെ പറ്റി ആലോചിച്ചിട്ട് വേണം സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ചെയ്യാൻ. ഒരിക്കലും ഒരു ലാവിഷായിട്ടുള്ള സ്പെൻഡിങ് ഒരു സാധാരണ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ ലാവിഷായിട്ട് ചെയ്യാനുള്ള ഒരു ഇൻകം ഇല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് ആവുന്നത് വരെ ആ ഒരു ലാവിഷ് സ്പെൻഡിങ് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ചെലവുകളും പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു മാസം 20,000 രൂപയെ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ 5,000 രൂപയാണ് ഞാൻ വീട്ടുകാര്യങ്ങൾക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ 5,000 രൂപ എന്തിനൊക്കെ എത്ര രൂപ ചെലവാക്കുമെന്നത് കൃത്യമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് മാത്രം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൈസ എന്നുള്ളത് ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിനായിട്ട് പൈസ ചെലവാക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. കടങ്ങളുള്ള ആളുകൾ ധാരാളം ഉണ്ടെന്ന് അറിയാം. കടങ്ങളുള്ള ആളുകൾ ഈ സേവിങ്സ് നടത്തുന്നതിന് മുൻപ് നമ്മളുടെ വലിയ രീതിയിലുള്ള കടങ്ങൾ കുറച്ചു കൊണ്ടുവരാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും പിന്നെയും നമുക്ക് ചെയ്യാം, പക്ഷെ വലിയ രീതിയിലുള്ള കടങ്ങൾ 10-12% അല്ലെങ്കിൽ 20% ഒക്കെ പലിശ ഉള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളിലെ ലോണുകളുള്ള ആളുകൾ ആദ്യമേ അത്തരം ലോണുകൾ അവസാനിപ്പിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ നോളജ് ആയാലും നമ്മളുടെ രീതികളായാലും ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നെങ്കിൽ, ഇവിടെ മിക്കവാറും എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളുമായാലും ഫിനാൻഷ്യൽ സർവീസുകളായാലും ഒന്നും ഫ്രീ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിന് കാര്യത്തിനായാലും അതിന് ചെറിയൊരു കോസ്റ്റ് അടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആളുകൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അവസ്ഥയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡയറക്ഷനുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.